നമസ്കാരം. മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കയറി പോന്നോളി. സുഹൃത്തുക്കളെ, യുദ്ധം നടക്കുകയാണ്, പൊരിഞ്ഞ പോരാട്ടം. തല ഇവിടെ ഇരിക്കുമ്പോ വാലിരുന്ന് അനങ്ങല്ലേടാ. ഡേയ്, വടികൊടുത്ത് അടി കിട്ടാൻ ഒരുമ്പെട്ട് നടക്കല്ലേടാ. ഡോയ്, ഇതങ്ങനെ പടകാളിച്ചണ്ടിച്ചങ്കരി പോർക്കലി അങ്കക്കലി പൂണ്ടുപോയി. അതേ സുഹൃത്തുക്കളെ, ഗോദയിൽ ഏറ്റുമുട്ടുകയാണ് സർദാർ കൃഷ്ണക്കുറുപ്പും കോമക്കുറുപ്പും. ഇവിടെ മുഖ്യനും പ്രതിപക്ഷ നേതാവൂന്ന്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കേൾക്കുക. കാര്യോപദേശക സമിതി യോഗത്തിൽ പിണറായിയും VD സതീശനും തമ്മിൽ അംഗം വെട്ട്. ബജറ്റ് സമ്മേളന ഡേറ്റ് ഒന്ന് മാറ്റി വെക്കണമെന്ന് സതീശൻ സേട്ടൻ പറഞ്ഞു. കാലിതുള്ളി ഇറങ്ങിയില്ലേ മുഖ്യൻ. പറ്റൂല സതീശ, പറ്റൂല. ഡേറ്റ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറ്റം പറ്റൂല, നടക്കത്തില്ലെന്നിത്. അതെന്ത് വർത്തമാനമാണെന്നത്. ഞങ്ങൾ കോൺഗ്രസിന്റെ സമരാഗ്നി ജാഥ നടക്കാൻ പോണെയാണ്. ഡേറ്റ് മാറ്റിയേ പറ്റുള്ളൂ. പിന്നെ പൊട്ടാൻ പോണ ജാഥയ്ക്കായി ഇനി താലപ്പൊലി എടുക്കാൻ പോണതൊന്ന് പോ സതീശ. ഒരുമാതിരി ഊച്ചാളിത്തരം പറഞ്ഞേക്കരുതെന്ന് സതീശൻ. അതെ, സർക്കാരായാൽ കുറച്ച് സഹകരണമൊക്കെ വേണം കേട്ടോ. നിങ്ങൾ പ്രതിപക്ഷം പിന്നെ വല്ലാത്ത സഹകരണം ആണല്ലോ എന്ന് മുഖ്യനും കീച്ചി. സൗകര്യം ഇല്ല ഉപേ, നമുക്ക് സഹകരിക്കാൻ സൗകര്യം ഇല്ലെന്നേ. നിങ്ങൾ കാണിക്കുന്ന അഴിമതിക്കൊക്കെ ഊട്ട് നിൽക്കാൻ നമ്മളെ കിട്ടൂലെന്നേ. സതീശ വേണ്ട, താൻ അതിര് കിടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വലിയ സഹകരണം ആണല്ലോ. അമ്മാതിരി വർത്തമാനമൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ സതീശ എന്ന് മുഖ്യൻ. ഇമ്മാതിരി വർത്തമാനം ഞങ്ങളോടും വേണ്ടെന്ന് സതീശൻ. ഇതങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ബൈ മുഖ്യ, ഡേറ്റ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറ്റിയാൽ എന്താണ് കുഴപ്പം? പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവിൽ എന്ത് മാങ്ങാത്തൊലി ഇരുന്നിട്ടാണാവോ ഇനി ബജറ്റ് ഉണ്ടാക്കാൻ പോണത്. ധനമന്ത്രി ബാലഗോപാൽ ഇപ്പോഴേ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. നയാ പൈസയില്ല, കയ്യിൽ ഒരു നയാ പൈസയില്ല, നഞ്ച് വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. ആർക്കാ ബാലഗോപാലൻ ചേട്ടാ? മലയാളികൾക്ക്. അത് ശരിയാ, വിഷം വാങ്ങാൻ പോലും മലയാളിയുടെ കയ്യിൽ കാശില്ല. പക്ഷെ രായാവിന്റെയും മന്ത്രി പുങ്കവന്മാരുടെയും കയ്യിൽ ഉണ്ടല്ലോ കോടികൾ. കൊണ്ടുപോയി തിന്നങ്ങ് നന്നാകുക കേട്ടോ. ഡേറ്റ് മാറ്റുന്ന കാര്യം പണഞ്ഞാൽ കലി തുള്ളുന്ന കണ്ടാ തോന്നും കാശ് വെക്കാൻ ഖജനാവിൽ സ്ഥലം തികയുന്നില്ലെന്ന്. ഇപ്പൊ ബജറ്റ് മറിച്ചിട്ട് അങ്ങ് ഉണ്ടാക്കും ഇവിടെ. പൂച്ചപറ്റ ഖജനാവിനും ഗോദ്രേജിന്റെ പൂട്ട്. എന്തോന്ന് കോമഡിയുടെ ഇത്. ഖജനാവിൽ കാശില്ലാഞ്ഞിട്ട് മാപ്പു നൽകൂ മഹാമതേ, മാപ്പു നൽകൂ ഗുണനിധേന്ന് മുഖ്യനെ നോക്കി നീട്ടി പാടുന്നുണ്ട് ബാലഗോപാലൻ. മലയാളികളെ, ബജറ്റിൽ ഒരത്ഭുതവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അടുത്ത കിറ്റിൽ നമ്മളെ തെക്കോട്ടെടുക്കാനായിട്ട് ഒരു മുഴം കയറോ അല്ലെങ്കിൽ ഒരു കുപ്പി വിഷമോ ഉണ്ടാകും. അപ്പോഴും നമ്മൾ താളത്തിൽ പിണറായി തമ്പ്രാന് വേണ്ടി കുമ്മി അടിക്കണം. മറ്റേ തന്നെ ഇന്നീ ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി. അത് തന്നെ. ഖജനാവിൽ പറ്റ പൂച്ചയ്ക്ക് തന്നെ നാണക്കേടായെന്ന കരക്കമ്പി. ഇത്രയ്ക്കും ദാരിദ്ര്യമാണോ ഇവിടെയെന്ന്? ഖജനാവിനും നമുക്കും ദാരിദ്ര്യമാണെങ്കിൽ എന്താ, തായ്ക്കണ്ടിയിൽ തറവാടിന് നല്ല കാലം ആണല്ലോ. അവിടുത്തെ ഖജനാവ് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുക. AKG ഇല്ല പിന്നെ സമ്പന്നം കേട്ടോ. പ്രതിപക്ഷമേ, നിങ്ങൾ ഇങ്ങനെ പിണറായി പോലീസിന്റെ തല്ലും കൊണ്ട് നടന്നു. പിണറായിയും കൂട്ടരും ഉള്ളതെല്ലാം ഭാര്യ കീശ നിറച്ചോണ്ടിരിക്കുകയാണ്. അഥവാ അധികാരം എങ്ങാനും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കടം വീട്ടാനേ നേരം ഉണ്ടാകൂ. നിങ്ങൾക്ക് നയാ പൈസ കട്ടുബോധിക്കാൻ കിട്ടൂല. പക്ഷെ മുഖ്യൻ കട്ടതൊക്കെ ചേക്ക് വിട്ട് പുറത്തു പോയി നാ കരക്കമ്പി. താമസിയാതെ മുഖ്യനും ഫാമിലിയും കടൽ കടക്കുമത്രേ. മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന അന്തം കമ്മികളെ, അതിന്റെയൊക്കെ കാര്യം പോക്കാ. കടലിനക്കര പോണോരേ, കാണാ പൊന്നുമായി പോണോരേ, അതാണ് ഇനി നടക്കാൻ പോണത്. മോദിജിയാണ് പിണുജിയുടെ കൺകണ്ട ദൈവം. ഉദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. അതുകൊണ്ടാണ് പിണുജി മോദിജിയെ ഒരു വാക്കുകൊണ്ട് പോലും നുള്ളി നോവിച്ച് വേദനിപ്പിക്കാത്തത്. ഇജാതി കരുതല് കേട്ടോ. ഇനിയും ഒരുപാട് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണകൾ ഉണ്ട്. നമുക്ക് സംസാരിക്കാം. അപ്പൊ കാണാം.